ഷാലൂസ് ടേസ്റ്റ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് നല്ല നേച്ചുറലായ ഐസ്ക്രീം വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. നമുക്ക് പപ്പായ കൊണ്ട് നല്ല അടിപൊളി ഐസ്ക്രീം വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഞാനതിന് ആവശ്യമായ ഒരു 4 ടേബിൾ സ്പൂൺ പാലെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവർ ഇല്ലാത്തവർ ഗോതമ്പ് മാവായാലും ചേർക്കാവേ. മൈദ ചേർക്കരുത്, ഗോതമ്പ് മാവ് ചേർക്കാം. ഇത് നന്നായിട്ട് നമുക്കിനി മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ലിറ്റർ പാൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. എന്ന് പറയുമ്പോൾ 2 ഗ്ലാസ് പാലുണ്ട്. ഇതിൽ 2 ഗ്ലാസ് പാൽ 1 ഗ്ലാസ് പാലാകണം. നല്ല തിളച്ച് വറ്റി 1 ഗ്ലാസ് പാലാകുമ്പോൾ വേണം നമ്മൾ നേരത്തെ കലക്കി വെച്ചില്ലേ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കേണ്ടത്. അതൊരിക്കലും നമുക്ക് നന്നായിട്ട് ഇത് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. പാൽ നല്ല കുറുകി വരുമ്പോഴേ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കത്തുള്ളൂ. നമ്മുടെ പാലങ്ങനെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതേ സമയം നമ്മൾ നേരത്തെ കലക്കി വെച്ചില്ലേ കോൺഫ്ലവർ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർക്കുമ്പോൾ കൈ എടുക്കാതെ തന്നെ ഫ്രണ്ട്സ് ഇളക്കണേ. കോൺഫ്ലവർ ചേർത്താൽ പെട്ടെന്ന് പാല് കട്ടിപ്പിടിക്കും. ഇപ്പോഴേ കണ്ടോ നമ്മുടെ പാല് നന്നായിട്ട് കുറുകിയ പോലെ ആയിട്ടുണ്ട്. കോൺഫ്ലവർ ചേർത്ത ഉടനെ തന്നെ പാല് നന്നായിട്ട് കുറുകി വരും. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഫ്രണ്ട്സ്. കോൺഫ്ലവർ ചേർത്ത പെട്ടെന്ന് തന്നെ പാല് അടി പിടിക്കും. നമ്മളല്ലെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുത്താൽ മതി. ഒത്തിരി ഹൈയിൽ വെച്ച് തിളപ്പിച്ചാലും പാല് അടി പിടിക്കും. നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രഷ് ക്രീം ചേർത്തില്ലെങ്കിൽ നന്നായിട്ട് കുറച്ചുകൂടെ കുറുക്കിയെടുക്കണേ. നമ്മൾ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട് അങ്ങനെ കുറുക്കിയെടുത്തത്. നമ്മൾ ഒരു കപ്പളങ്ങയുടെ പകുതി കപ്പളങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത കപ്പളങ്ങ നോക്കിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്താൽ നമ്മൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. നമ്മൾ ജാർ എടുക്കുമ്പോൾ പോലും അത് നല്ല ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ പപ്പായ ജ്യൂസ് അടിച്ചെടുക്കേണ്ടത്. നല്ല ക്രീമിയായിട്ട് ഒരു തരി പോലും ഇല്ലാതെ നമ്മൾ ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം അടിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിൽ വെള്ളമൊന്നും ഇല്ല ഫ്രണ്ട്സ്. അതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ 250 ml ഒരു കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്, ഫ്രഷ് ക്രീം. ഇതിലേക്ക് തന്നെ 150 ml ഒരു കപ്പ് പഞ്ചസാരയും കൂടെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ക്രീമിൽ പഞ്ചസാര ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പഞ്ചസാര ചേർക്കുക. ക്രീമിൽ പഞ്ചസാര ഉള്ള ക്രീമാണെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കണ്ട. നമ്മുടെ കപ്പളങ്ങയുടെ അതേ മധുരം, നാച്ചുറലായ മധുരം തന്നെ നമുക്ക് കിട്ടും. വേറെ ഷുഗർ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്രീമിൽ പഞ്ചസാര ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീം ചേർക്കാതെ നമുക്ക് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. ക്രീം ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പാലും കോൺഫ്ലവറും കൂടെ നമ്മൾ നല്ല കുറുക്കിയെടുത്തില്ലേ, അതേസമയം നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്തെങ്കിൽ നമ്മൾ ക്രീം ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നമുക്ക് അതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് കുറുക്കി എടുത്താലും മതി. നമ്മുടെ ക്രീം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി. ഇനി നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം സ്ലോയിൽ ബീറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വേണം ഹൈയിലാക്കാൻ വേണ്ടിയിട്ട്. ബീറ്റർ ഇല്ലാത്തവർക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ വേണമെങ്കിൽ നമുക്കിതുപോലെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും ക്രീം. നമ്മളൊരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഫ്രീസറിൽ ജാർ വെച്ച് നല്ല തണുപ്പിച്ചതിന് ശേഷം വേണം നമുക്കിതുപോലെ ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ നേരത്തെ കുറുക്കി വെച്ചില്ലേ പാലും കോൺഫ്ലവറും, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തണുത്തിട്ട് ഇതിൽ ചേർക്കാവുള്ളേ. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ ക്രീമും
ഈ പാലും ഇതെല്ലാം ഒരുപോലെ മിക്സായി വരണം. നമുക്കതൊരിക്കൽ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച പപ്പായയുടെ പേസ്റ്റില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ വെള്ളം ഒന്നും ചേർക്കാതെ അരച്ച് വെച്ചതാ ഫ്രണ്ട്സ്. നമ്മൾ പാൽപ്പൊടി ചേർത്തിരിക്കുന്നത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പാൽപ്പൊടിയുടെ പകരം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പപ്പായയുടെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ചേർത്താലും മതി. പപ്പായയുടെ ഫ്ലേവർ ഏറ്റവും ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എന്തോരം വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ അര പപ്പായ എടുത്തിട്ടുണ്ടായിരുന്നേ, ഒരു പപ്പായയുടെ പകുതി പപ്പായ എടുത്തത്. ഇത് നല്ല പഴുത്ത പപ്പായാണ്, നല്ല ടേസ്റ്റ് ഉള്ളത്. ഞാനെടുത്ത മഞ്ഞ കളർ പപ്പായ, നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. നമ്മുടെ ക്രീമും പപ്പായ എല്ലാം നന്നായിട്ട് അങ്ങനെ മിക്സായി വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ ഇതുപോലൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഐസ്ക്രീം ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഐസ്ക്രീം 2 ഫ്ലേവറിലാണ് ചെയ്യുന്നത്. വാനില ഫ്ലേവറും കപ്പളങ്ങയുടെ ഫ്ലേവറിലുമാണ് നമ്മൾ ചെയ്യുന്നത്. കപ്പളങ്ങ എന്ന് പറഞ്ഞാൽ പപ്പായയാണേ. ഇത് നമുക്ക് നന്നായിട്ട് എല്ലാ സൈഡും ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ നിരത്തി കൊടുത്താൽ മതി. ഇനി നമുക്ക് വാനില ഫ്ലേവറിൻ്റെ ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ 4 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത് ഐസ്ക്രീം. എല്ലാ വശത്തും ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന പപ്പായയുടെ ഫ്ലേവർ ഐസ്ക്രീം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് സ്പൂൺ വെച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച് വാനിലയൊക്കെ ചേർത്ത് ആ ക്രീം നമ്മൾ പപ്പായ ചേർക്കുന്നതിന് മുമ്പാണ് ഞാനതൊന്ന് കുറച്ച് ക്രീം മാറ്റി വെച്ചത് ഐസ്ക്രീം. അതിന് ശേഷം പപ്പായ ചേർത്തത്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്നതും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കപ്പ് ഐസ്ക്രീം എടുത്ത് മാറ്റി വെച്ചായിരുന്നേ. പപ്പായയുടെ പേസ്റ്റ് ചേർക്കുന്നതിന് മുമ്പേ ഒരു കപ്പ് മാറ്റി വെച്ചതിന് ശേഷം വേണം ഞാൻ ബാക്കിയുള്ള പപ്പായ ചേർത്ത് ഇതുപോലെ ഐസ്ക്രീം റെഡിയാക്കിയത്. ഇനി നമുക്കങ്ങനെ റെഡിയായിട്ട് നമുക്കിനി സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്നും കൂടെ ലെവലാക്കി കൊടുക്കാം. നമ്മുടെ ഐസ്ക്രീം അങ്ങനെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത് നമുക്കിനി അടച്ചു വയ്ക്കാം. നല്ല എയർ കയറാത്ത പാത്രത്തിൽ അടപ്പ് വെച്ച് വേണം നമ്മൾ അടച്ചു വയ്ക്കാൻ. നമ്മൾ അടച്ച് ഇത് 8 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ അടപ്പ് വെച്ച് അടച്ച് വയ്ക്കുക. 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഐസ്ക്രീം കണ്ടോ ഫ്രണ്ട്സ്, നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതുപോലെ സ്പൂൺ വെച്ച് ഐസ്ക്രീം എടുക്കാം. നല്ല ടേസ്റ്റിയായ ഐസ്ക്രീം അങ്ങനെ നമുക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഫ്രണ്ട്സ്. നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതുപോലെ നമുക്ക് എടുത്തു മാറ്റി വയ്ക്കാം. നല്ല ക്രീമിയായ ഐസ്ക്രീം അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.